പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനും നന്മയ്ക്കുമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളായിരിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളെ ദൈവം എത്രമാത്രം മനോഹരമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റി തീർക്കുന്നു എന്നുള്ളതിനെയും കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ്. ദൈവം തന്നതായ ആലോചനകൾ, ഈ ദൈവത്തിൻ്റെ എൻകൗണ്ടേഴ്സ്, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നതായ ദൈവിക സന്ദർശനങ്ങൾ, അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ മനോഹരമായി തീരും, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായ ചില സന്ദേശങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ദൈവം നൽകുന്നതായ ഈ ഇടപെടലുകളുടെ അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നതായ എൻകൗണ്ടേഴ്സിൻ്റേതായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം 35 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ളതായ വാക്യങ്ങളാണ് നമുക്ക് ചേർന്ന് വായിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇവിടെ അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തുടർന്നുള്ള ഭാഗങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ചോദിക്കുന്നതായ ചോദ്യം, അത് കഷ്ടത വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവായിട്ടുള്ളതായ സ്നേഹബന്ധത്തിൽ നിന്ന് നാം പുറത്തു പോകുമോ? കഷ്ടത വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തെ നാം തള്ളിപ്പറയുമോ? ഇവിടെ അതിന് ഉത്തരമുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ കർത്താവിൽ ഉള്ളതായ സ്നേഹം അത് കഷ്ടത വരുമ്പോൾ മാറിപ്പോകുന്നതല്ല, അത് സങ്കടം വരുമ്പോൾ മാറിപ്പോകുന്നതല്ല, അത് ഉപദ്രവം വരുമ്പോൾ മാറിപ്പോകുന്നതല്ല, അത് പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സഭയെ വേർതിരിക്കുവാൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തി ജീവിതത്തെ കർത്താവിൽ നിന്ന് വേർപിരിക്കുവാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നിനും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായ ഭാഗം. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അതിനെ നമുക്ക് നമ്മെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയില്ല. കാരണം ദൈവസ്നേഹവുമായിട്ട് നാം ആഴത്തിൽ അതെന്താണെന്ന് മനസ്സിലാക്കുകയും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവാണ് നമ്മുടെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചത് നമ്മളായിട്ടല്ല, പിന്നെയോ കർത്താവാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ വാസ്തവമായും അത് ക്രിസ്തുവിൻ്റെ നാളോളം ആ പ്രവൃത്തിയെ ദൈവം തന്നെ തേക്കും, കർത്താവ് തന്നെ ആ പ്രവൃത്തിയെ തേക്കും. അപ്പോൾ ഇവിടെ ആ ഭാഗം ചേർന്ന് നമുക്ക് വായിക്കേണ്ടതാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചേർന്ന് ഇങ്ങനെ നടക്കുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട്, ദൈവപ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട്, ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ഒന്നിനും സാധ്യമാവുകയില്ല. ഇത് അപ്പോസ്തലന് ലഭിച്ചതായ വെളിപ്പാടുകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ എന്നുള്ളൊരു വാക്യം അദ്ദേഹം ഉപയോഗിക്കുകയാണ്. വെളിപ്പാടുകൾ അനേകം റെവലേഷൻസ് ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും എല്ലാം, ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ അധികാരങ്ങളെക്കുറിച്ചെല്ലാം അപ്പോസ്തലനായ പൗലോസിന് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യം അദ്ദേഹത്തിനുണ്ട്, ദർശനങ്ങളുടെ ആധിക്യമുണ്ട്, റെവലേഷൻസ് ധാരാളമായി അദ്ദേഹത്തിന് ദൈവം തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെവലേഷനിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും സഭയെയോ ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിപ്പെട്ട ഒരുവനെയോ വേർപിരിക്കുവാനായിട്ട് അത് പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്തു വന്നു കഴിഞ്ഞാലും അത് സാധ്യമാകുകയില്ല. 37-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളതായ സ്നേഹത്തെ പ്രതി കഷ്ടതയോ അല്ലെങ്കിൽ വാളോ ആപത്തോ എന്തു വന്നു കഴിഞ്ഞാലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ കഷ്ടതയിൽ നാം ജയം പ്രാപിക്കുന്നു. നാം ഈ വാളിൽ, ഈ ആപത്തിൽ, ഈ പട്ടിണിയിൽ, ഈ നഗ്നതയിൽ, നാം ഈ ഉപദ്രവത്തിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതൊക്കെയും ജയം പ്രാപിക്കുമെന്ന്
അപ്പോസ്തലനോട് പറയുകയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങളുള്ളത്, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, മരണത്തിനാകട്ടെ ജീവനാകട്ടെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇതിനൊന്നിനും അത് സാധിക്കുകയില്ല. അപ്പോൾ മരണം ജീവിതത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ, ചില അധികാരങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ, ചില വാഴ്ചകൾ അതിൻ്റെ അധികാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇതിൻ്റെ മുമ്പിലൊന്നും ദൈവത്തോടുള്ളതായ നമ്മുടെ സ്നേഹത്തെ വേർപിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയുവാനായിട്ട് സാധ്യമല്ല. അതൊരു വലിയ ദർശനമാണ്, അതൊരു വലിയ റവലേഷനാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയും ദൈവാത്മാവിൽ നാം പ്രാപിച്ചിരിക്കുന്നതായ ഒരു വെളിപ്പാടാണ്. ദൈവസ്നേഹം നമ്മെ വിട്ട് മാറുന്നില്ല. നാം ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നാം ജയം പ്രാപിക്കുന്നു. ഇതെല്ലാം ഒരു വെളിപ്പാടിനാൽ അദ്ദേഹം പ്രാപിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വെളിപ്പാടിനാൽ നാം സ്വീകരിക്കേണ്ടതാണ്. നോക്കുക, ഇതാരാണ്? ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ദമസ്കോസിലുള്ളതായ സഭയെ, തൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ, അവരെ പിടിച്ചു കെട്ടുവാൻ, അവരെ ജയിലിലാക്കുവാൻ, അവരെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുവാൻ അധികാരപത്രം വാങ്ങി പുറപ്പെട്ട ഒരു പൗലോസാണ്, അല്ലെങ്കിൽ പുറപ്പെട്ട ഒരു ശൗലാണ് പിന്നീട് എഴുതുന്നത്, ദൈവസ്നേഹത്തിൽ നിന്നും സഭയെ വേർപിരിക്കുവാൻ ഒരു അധികാരപത്രത്തിനും കഴിയുകയില്ല, ഒരു വാഴ്ചകൾക്കും കഴിയുകയില്ല. അത് അവരെ മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാലും, അവരുടെ മേൽ പട്ടിണി കൊണ്ടുവന്നാലും, അവരുടെ മേൽ ഉപദ്രവം കൊണ്ടുവന്നാലും, അവരുടെ മേൽ നഗ്നത കൊണ്ടുവന്നു കഴിഞ്ഞാലും, എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും സഭയെ തകർക്കുവാനായിട്ട് സാധ്യമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ വെച്ചല്ല ഈ ലേഖനം എഴുതുന്നത്, പിന്നെയോ കർത്താവ് കൊടുത്ത ദർശനം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അവിടെ അപ്പോസ്തലനായ പൗലോസ് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇതിനൊന്നിനും സഭയെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല, ഇതിനൊന്നിനും ഒരു വ്യക്തിയെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. ഏത് ഉപദ്രവമാകട്ടെ, ഏത് പ്രയാസങ്ങളാവട്ടെ, ഏത് കഷ്ടത വന്നു കഴിഞ്ഞോട്ടെ, ഏത് അധികാരപത്രങ്ങൾ ഏത് രാജ്യത്തും സഭയ്ക്കെതിരെ ഉയരട്ടെ, വ്യക്തികൾക്കെതിരെ ഉയരട്ടെ, പക്ഷെ ദൈവസ്നേഹത്തെ ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അധികാരങ്ങൾക്ക് കഴിയുകയില്ല, വാഴ്ചകൾക്ക് കഴിയില്ല, ദൂതന്മാർക്ക് കഴിയുകയില്ല, മരണത്തിന് കഴിയുകയില്ല, ജീവന് കഴിയുകയില്ല. അപ്പോൾ അപ്പോസ്തലൻ ഇത് ഉറച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടല്ല, അദ്ദേഹത്തിന് ലഭിച്ച ദർശനങ്ങൾ കൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തെ വർണ്ണിക്കുവാൻ, ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ പലപ്പോഴും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ല, പിന്നെ ദൈവം നൽകുന്ന ചില ദർശനങ്ങളാണ് അടിസ്ഥാനമായി നാം കണക്കാക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില എൻകൗണ്ടേഴ്സ്, ദൈവം നൽകുന്നതായ ചില ദൈവിക സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നേക്കും നിലനിൽക്കുന്നതായ ഒന്നായി തീരുകയാണ്. എവർലാസ്റ്റിംഗ് ഫൗണ്ടേഷൻസ് ആയി തീരുകയാണ് ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ എൻകൗണ്ടേഴ്സ്, ദൈവവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ അഭിമുഖമായി നിൽക്കുന്നത് അല്ലെങ്കിൽ അഭിമുഖമായി ഇടപെടുന്നതായ സന്ദർഭങ്ങൾ എപ്പോഴും ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ളതായ ഫൗണ്ടേഷനായിട്ട് മാറും. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദമസ്കോസിൻ്റെ പടിവാതിൽ ഒരു എവർലാസ്റ്റിംഗ് ആയിരുന്നു. അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ദൈവവുമായിട്ടുള്ള അഭിമുഖത്തിൽ എങ്ങനെയാണോ ദൈവത്തെ മുഖാമുഖം കണ്ടത്, ആ ഒരു സന്ദർഭം, ആ ഒരു ജീവിതം പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഫൗണ്ടേഷനായിട്ട് വന്ന് വീഴുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലതും ദൈവം പല എൻകൗണ്ടറുകൾ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ ദൈവവുമായിട്ടുള്ളതായ അഭിമുഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ദൈവിക സന്ദർശനങ്ങൾ നമ്മൾ പ്രാപിച്ചിട്ടുള്ളവരാണ്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചവർക്ക് അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി പെരുമാറുന്നവർക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടവരുടെ ജീവിതത്തിൽ നാം കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം,
അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ ഓരോ എൻകൗണ്ടേഴ്സും അവർ ഓരോ ഫൗണ്ടേഷൻ സ്റ്റോൺസായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് അവർ ഓരോ സ്റ്റെപ്പും കയറി നിൽക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകുന്നതായ ഓരോ എൻകൗണ്ടേഴ്സും, ഓരോ അഭിമുഖമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ വെളിപ്പാടുകളും ദർശനങ്ങളും ഓരോ സ്റ്റെപ്പായി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവരാജ്യത്തിന് വേണ്ടി 10 മടങ്ങ് ഉപയോഗിക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. അപ്പോൾ ഒരു ദർശനവും ഒരു കാഴ്ചപ്പാടും ദൈവം നൽകുന്ന ഒരു വെളിപ്പാടും നമ്മളെക്കുറിച്ച് നിസ്സാരമായി നമുക്ക് കണക്കാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ ഓരോ ദർശനങ്ങളെ അതിൻ്റെ അടിസ്ഥാന ശിലയായി സ്വീകരിച്ചുകൊണ്ട്, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിച്ചാൽ ദൈവരാജ്യത്തിന് വേണ്ടി അനേക മടങ്ങ് പ്രയോജനപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇതാണ്: ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. സ്തെഫാനോസിൻ്റെ ദൈവസ്നേഹം അല്ലെങ്കിൽ സ്തെഫാനോസിനിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹത്തിൻ്റെ ആ തീക്ഷ്ണത കണ്ടവനാണ് അപ്പോസ്തലനായ പൗലോസ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സ്തെഫാനോസിൻ്റെ വസ്ത്രം സൂക്ഷിച്ചത് ഈ ശൗലായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നല്ല, അതെന്തുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളത് പിന്നീട് ദൈവത്തിൻ്റെ ആഴമായ ദർശനങ്ങളിലേക്ക്, വെളിപ്പാടുകളിലേക്ക് കടന്നു പോയപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് അതുകൊണ്ടാണ്, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് ആർക്കും സാധിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ചില സംഭവങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്, ചില കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്നുള്ളത്, ദൈവരാജ്യത്തിൽ പ്രാവർത്തികമാകുന്നതായ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ദർശനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് നമ്മുടെ ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ളതായ ചില ഡയറക്ഷൻസായി, എവർലാസ്റ്റിംഗ് ആയിട്ടുള്ളതായ ചില റെവലേഷൻസ് ആയിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മളിൽ ഒരു നിലനിൽക്കുന്നതായ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ചില എൻകൗണ്ടറുകൾ എല്ലാ സമയത്തും അത് നിലനിൽക്കുന്നതായ ഫലങ്ങൾ നമ്മിൽ ഉളവാക്കുവാനായിട്ട് ആ എൻകൗണ്ടേഴ്സിന് സാധിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത്. ദൈവവുമായിട്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം, ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എൻകൗണ്ടർ എന്നേക്കും നിലനിൽക്കുന്നതായ ചില ആത്മഫലങ്ങൾ അദ്ദേഹത്തിൽ ഉളവാക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളെല്ലാം മാറുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നവരുണ്ട്, പരീശന്മാരിൽ പരീശനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനായിരുന്നു. ഇതെല്ലാം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ദൈവസംബന്ധമായി എരിവുള്ളവനായിരുന്നു. പക്ഷേ ആ എരിവും ആ അനിന്യതയും ആ പരീശന്മാരിൽ പരീശനായിരുന്നതായ അനുഭവം അതെല്ലാം ക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടറിൽ കടന്നു വന്നപ്പോൾ അതെല്ലാം മാറി. ആ കാഴ്ചപ്പാടുകളെല്ലാം മാറി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള സന്തോഷവും ക്രിസ്തുവിലുള്ള പരിജ്ഞാനവും പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചു. അതുവരെ ഉണ്ടായിരുന്നതായ കാഴ്ചപ്പാടുകൾക്ക്, അതുവരെ അബ്രഹാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക്, അതുവരെ ദാവീദിനെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്ക്, അതുവരെ വേദപുസ്തകങ്ങളിൽ പറയുന്ന മിശിഹായെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് ഇതെല്ലാം മാറ്റം വന്നു. പുതിയ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുവാനായിട്ട് ഇടയിൽ തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നാം പ്രാപിച്ചു വച്ചിരിക്കുന്ന പലതിനെക്കുറിച്ചുമുള്ളതായ പുതിയ പരിജ്ഞാനം, പുതിയ അറിവ്, പുതിയ കൃപ, പുതിയ ദർശനം, ഇത് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം എപ്പോഴൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുവോ ആ സമയത്തെല്ലാം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വളരുവാൻ ആവശ്യമായിട്ടുള്ളതായ എല്ലാവിധമായിട്ടുള്ളതായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പ്രിയമുള്ള ഒരു ഇരുമ്പ് ചുട്ട് പഴുപ്പിച്ച് അത് ചുവന്ന കളറാവുമ്പോൾ അല്ലെങ്കിൽ അത് സ്വർണം പോലെ കളറായി മാറുമ്പോൾ അതിൻ്റെ മേൽ കൂടം വെച്ച് അടിച്ച് തുടർമാനമായി അടിച്ച് അതിനെ ആവശ്യമായ പരുവത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിലേക്കാണോ ഏത് ആകൃതിയിലേക്കാണോ മാറ്റേണ്ടത് അതുപോലെ മാറ്റിയെടുക്കുന്നത് പോലെ
തുടർമാനമായിട്ടുള്ളതായ ഈ ദൈവിക സന്ദർശനങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവരാജ്യത്തിനെ ഏത് രീതിയിലാണോ ആ മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് ആ രീതിയിലേക്ക് അതിനെ എടുത്തുപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കും. ഇത് ഒരിക്കൽ ലഭിച്ചതായ ഒരു ദർശനം കൊണ്ട് ജീവിതകാല അവസാനം വരെയും ഓടുവാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുടർമാനമായ സന്ദർശനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈഹലോക ജീവിതത്തിൽ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ ഒരിക്കൽ മാത്രമായി ചുരുങ്ങിപ്പോകാതെ ദൈവം നമ്മളോട് ഇടപെടുന്നതായ അനുഭവങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു വരുന്ന അനുഭവങ്ങളായി തീരുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുന്നത്. പുതിയ മന്നകൾ, പുതിയ ദർശനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ ഓരോ സമയത്തും ദൈവം നമ്മൾ പെരുക്കുമ്പോഴാണ് നാം കൃപയിൽ പെരുകി വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവുമായുള്ള സന്ദർശനങ്ങൾ, ദൈവിക സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നതാണ്. നമ്മൾ അതുവരെയും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതായ പലതിനെക്കുറിച്ചുള്ള പുതിയ അറിവുകളും ജ്ഞാനവും പകർന്നു നൽകുന്നതാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവിക സന്ദർശനങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് ഒരു ഭാഗം കൂടി നമുക്ക് ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. നാം ചിന്തിച്ചു വന്നത് ദൈവിക ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. നാം അതുവരെയും വിചാരിച്ചുകൊണ്ടിരുന്ന, നാം അതുവരെയും അനുവർത്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ, പുതിയ തലങ്ങളിലേക്ക് കടക്കുവാൻ ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയെ മാറ്റുവാൻ ഒരിക്കലും നാം ജഡീക പ്രകാരം ശൈലികളെ മാറ്റുന്നതല്ല, പിന്നെ ദൈവത്തിൻ്റെ ചില റെവലേഷൻസ്, ദൈവത്തിൻ്റെ ചില വെളിപ്പാടുകൾ, ദൈവം ചില എൻകൗണ്ടേഴ്സ് തന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറിപ്പോകും. യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, യാക്കോബ് ദൈവദൂതനുമായിട്ട് മല്ലു പിടിച്ചു. അവസാനം അവൻ്റെ കാലിൽ ഞരമ്പിൽ ദൈവദൂതൻ തൊട്ട് കഴിഞ്ഞപ്പോൾ ആ കാലുളുക്കി, പിന്നെ അവൻ ഉളുക്കുള്ള കാലുമായിട്ട് ഞൊണ്ടി നടന്നു എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. യാക്കോബ് ഒരിക്കലും വിചാരിച്ചതല്ല ആ രീതിയിൽ നടക്കണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്പർശന മുഖാന്തരം, ആ കാലിലുണ്ടായ പ്രയാസം മുഖാന്തരം അങ്ങനെ നടക്കുവാനായിട്ടേ സാധിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്പർശിക്കുമ്പോൾ ആ സ്പർശനം മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ മാറാൻ, ജീവിതക്രമം മാറുവാനായിട്ട്, ജീവിതത്തിൻ്റെ സ്റ്റൈൽ മാറുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇതുപോലുള്ളതായ എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകുന്നത് നമ്മളല്ല. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവാണ് അത് തികയ്ക്കുന്നത്. കർത്താവിന് ഇടം കൊടുക്കുമ്പോഴാണ് കർത്താവ് അത് ചെയ്തെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ 7-ാമത്തെ വാക്യം മുതൽ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് ചോദിക്കുന്നതും അവരും തമ്മിലുള്ളതായ സംഭാഷണവുമാണ്. ഇവിടെ നമുക്ക് മനോഹരമായ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നത്, ഒരു കാര്യം, യേശുവിൻ്റെ അടുക്കിലേക്ക് ശമരിയ സ്ത്രീ കടന്നു വരുമ്പോൾ യേശു ഒരു യഹൂദനാണ് എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം കാണുവാനായിട്ട് കഴിയുന്നത്. ശമരിയ സ്ത്രീക്ക് കർത്താവിനെ കുറിച്ചുള്ളതായ ആ കാഴ്ചപ്പാടുകൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. യേശു ഒരു യഹൂദനാണ്, താനൊരു ശമര്യക്കാരത്തെയാണ്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സ്ത്രീ അവനോട് 11-ാമത്തെ വാക്യം പറയുമ്പോഴാണ്, യജമാനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ എന്നുള്ളതാണ്. അതായത് യഹൂദൻ എന്ന് അഭിസംബോധന ചെയ്ത, അല്ലെങ്കിൽ യഹൂദനാണ് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്നും 11-ാമത്തെ വാക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നതായ കാര്യം, യേശുവിനെ യജമാനനെ എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷിൽ സർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 11-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അവളുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യാസം സംഭവിക്കുകയാണ്. ഇത് യേശുവുമായിട്ടുള്ളതായ എൻകൗണ്ടറിൽ, യേശുവുമായിട്ടുള്ളതായ ആ ഒരു അഭിമുഖത്തിൽ അവിടെ വരുന്നതായ കാര്യം, ആദ്യം അവനൊരു യഹൂദനായിട്ട് കാണപ്പെട്ടുവെങ്കിൽ രണ്ടാമത് അവനൊരു യജമാനനായിട്ട് കാണപ്പെടുകയാണ്. പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ സ്ത്രീ പറയുന്നത്, യജമാനെ നീ പ്രവാചകൻ എന്ന് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ
ഓരോ തലത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ വർദ്ധിക്കും തോറും അത് യഹൂദനിൽ നിന്ന് യജമാനനിലേക്കും, യജമാനിൽ നിന്ന് പ്രവാചകനിലേക്കും, അവസാനം അവിടെ നിന്ന് വരുമ്പോൾ ആ മിശിഹായിലേക്കുമുള്ളതായ ഒരു പരിജ്ഞാനത്തിലേക്ക് ആ സ്ത്രീ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ളതായ യഥാർത്ഥ വെളിപ്പെടുത്തലുകൾ ദൈവവുമായിട്ടുള്ള അഭിമുഖത്തിൽ ആ സ്ത്രീക്ക് ലഭിക്കുകയാണ്. ആ സ്ത്രീ ഒരു യഥാർത്ഥത്തിലുള്ളതായ ഒരു ജ്ഞാനം പ്രാപിക്കുവാനായിട്ട്, കർത്താവിനെ കുറിച്ചുള്ളതായ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട്, കർത്താവ് ആരാണ് എന്ന് അറിയുന്ന തലത്തിലേക്ക്, യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ഒരു യഹൂദ പാരമ്പര്യത്തിലാണ് വന്നത്, ശരിയാണ്. കർത്താവ് ഒരു യജമാനനാണ്, അത് ശരിയാണ്. കർത്താവ് ഒരു പ്രവാചകനാണ്, അത് ശരിയാണ്. പക്ഷേ കർത്താവ് ഒരു മിശിഹായാണ് എന്നുള്ളതാണ് അന്ന് അറിയേണ്ടതായ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് ഇന്നും അറിയേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ളതായ, കർത്താവുമായിട്ടുള്ള അഭിമുഖത്തിൽ ആ സ്ത്രീക്ക് ലഭിച്ച ഒരു വലിയ വെളിപ്പെടുത്തലാണ് കർത്താവ് മിശിഹായാണ്, യേശു മിശിഹായാണെന്നുള്ള തിരിച്ചറിവ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യമുണ്ട്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഒരു ഭർത്താവല്ല എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സ്ത്രീ ഓരോരുത്തരുടെ പുറകെ, ഓരോ വ്യക്തികളുടെ പുറകെ സമാധാനത്തിനോ സന്തോഷത്തിനോ സംതൃപ്തിക്കോ വേണ്ടി ഓടി നടക്കുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവരിലൊന്നും ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും കണ്ടെത്താതെ വീണ്ടും ഒരാളുടെ കൂടെയാണ്, ഇനി എപ്പോൾ വേണമെങ്കിലും വേറൊരാളുടെ കൂടെ പോകാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്ന ജീവജലത്തിൻ്റെ ഉറവ, ഞാൻ കൊടുക്കുന്ന വെള്ളം, അത് നിത്യജീവനിലേക്ക് ഉയരുന്നത് ഉറവയായിത്തീരും എന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും. പിന്നെയും ദാഹിച്ച് ലോകത്തിൻ്റെ മുമ്പാകെ ഓടി നടക്കുന്ന ഒരു അനുഭവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ, അപ്പം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അനേക പൊട്ടക്കിണറുകളെ കുഴിച്ച് നടക്കുന്ന പഴയ നിയമത്തിലെ ജനം, യഥാർത്ഥ ഉറവയായ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞിട്ട് പൊട്ടക്കിണറുകൾ കുഴിച്ച് നടക്കുന്ന ജനം. ഇവിടെയും യഥാർത്ഥത്തിലുള്ളതായ സംതൃപ്തി ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്നത് ക്രിസ്തു നൽകുന്ന ജീവനിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ സ്ത്രീ പലരുടെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയാണ്, ആ ദാഹം തീർക്കുന്ന ജീവജല നദി അത് ക്രിസ്തു നൽകുന്ന ജീവജലത്തിൻ്റെ ഉറവയാണ്. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനം കർത്താവ് യെരൂശലേമിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി, അത് തൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നദിയാണ്. നമുക്ക് ഇവിടെ ആ സ്ത്രീ ഒരു കർത്താവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം പ്രാപിക്കുകയും അതോടൊപ്പം അവളുടെ ജീവിതത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഒരു സ്വാതന്ത്ര്യം അവൾക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു സംതൃപ്തി അവൾക്ക് ലഭിക്കുന്ന അനുഭവമാണ്. അവൾ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് അനേകരോട് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ആ സ്ത്രീ കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു എൻകൗണ്ടർ, കർത്താവുമായിട്ടുള്ളതായ ഒരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ്, വലിയ അടയാളങ്ങളാണ്. അത് അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ളതായ കല്ലുകൾ പോലെ, പണിയപ്പെടുന്ന കല്ലുകൾ പോലെയുള്ളതായ ഒന്നാണ് കർത്താവുമായിട്ടുള്ളതായ എൻകൗണ്ടറുകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റും, അത് അവർക്ക് സ്വാതന്ത്ര്യം നൽകും. അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, പൂർണ്ണമായ സംതൃപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ, പൂർണ്ണമായ സമാധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ആയിത്തീരും. പ്രിയമുള്ളവരെ, ഈ എൻകൗണ്ടറുകളെല്ലാം ഒരിക്കൽ ഒന്നുകൊണ്ട് മാത്രം തീരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഇതുപോലുള്ള അനുഭവങ്ങൾ വന്ന് പതിക്കുമ്പോഴാണ് ദൈവത്തിന് ഇണങ്ങിയ ആയുധമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാറ്റുവാനായിട്ട് ഏത് സമയവും ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ തുറന്ന ഹൃദയവുമായി നിൽക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വരണം, ദൈവത്തിൻ്റെ റെവലേഷൻസ് വരണം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്
കാഴ്ചപ്പാടുകൾ വരണം. ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരണം. അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ല ശാശ്വതമായിട്ടുള്ളതായ ഓരോ അടിസ്ഥാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ മറ്റു പല കാര്യങ്ങളോ പഠിച്ചു വെച്ചിട്ടുള്ളതായ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവവുമായിട്ടുള്ളതായ ബന്ധമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അതുപോലെ തന്നെ കാണാവുന്ന കാര്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ കാണുന്ന സക്കായി എന്നുള്ള മനുഷ്യൻ. സക്കായി എന്ന് ലോകത്താൽ വെറുക്കപ്പെട്ടവനാണ്. കാരണം പണസമ്പാദനം ഒന്ന് മാത്രമാണ് ഒരു മനുഷ്യനെ അന്നത്തെ കാലത്ത് ഒരു ടാക്സ് കളക്ടർ ആവുവാൻ, അതായത് ചുങ്കക്കാരനാവുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വളരെയധികം സമ്പാദ്യമുണ്ടാക്കാം. സ്വന്തം ജനങ്ങൾ അവരെ പാപികളുടെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. അതായത് യഹൂദന്മാർ ഒരിക്കലും ടാക്സ് കളക്ടേഴ്സിനെ നല്ലവരുടെ കൂടെ എണ്ണിയിട്ടില്ല. അവരെണ്ണപ്പെടുന്നത് പാപികളുടെ കൂടെയാണ്. പാപികളും ചുങ്കക്കാരുമാണ് ഒരേ തൂവൽ പക്ഷികളായി അവർ എണ്ണിക്കൊണ്ടിരുന്നത്. കാരണം സമൂഹത്തിൽ അത്രമാത്രം വെറുക്കപ്പെട്ട ഒരു ജോലിയായിരുന്നു അത്. പക്ഷേ ധാരാളം പണം അവർക്ക് സമ്പാദിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള സക്കായിയുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടർ കടന്നു വരുമ്പോൾ, കർത്താവുമായിട്ടുള്ളതായ ഒരു എൻകൗണ്ടർ കടന്നു വരുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരും ചോദിക്കാതെ തന്നെ എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഇരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനോട് അവൻ ഏറ്റുപറയുന്ന കാര്യം, അതുവരെ അനുവർത്തിച്ചുകൊണ്ടിരുന്ന സമ്പത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന, പല രീതിയിലും സമൂഹം അവനെ തള്ളിക്കളയുമെന്ന് അറിഞ്ഞിട്ട് പോലും, സമൂഹത്തിൽ വിലയില്ലാതെയായി തീരുമെന്ന് അറിഞ്ഞിട്ട് പോലും ധനത്തിന് പുറകെ ഓടിക്കൊണ്ടിരുന്ന സക്കായിയുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റി അത് ശരിയായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നത് ദൈവവുമായിട്ടുള്ളതായ ഒരു എൻകൗണ്ടറാണ്, കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ്. കർത്താവ് അവനോട് സംസാരിക്കുമ്പോഴാണ്, ആ സംസാരം അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ ഏറ്റെടുക്കുമ്പോഴാണ്, ആ ഒരു എൻകൗണ്ടറിലൂടെയാണ് സക്കായി മാറുന്നത്. ആ ദൈവ സാന്നിധ്യം, ആ ദൈവശബ്ദം, ദൈവവുമായിട്ടുള്ള അഭിമുഖം അവൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് മാറ്റിക്കളയുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സമ്പാദ്യമൊന്നും കാണുവാൻ തന്നെ ഇടയില്ല. കാരണം പകുതി തന്നെയും ദരിദ്രർക്ക് കൊടുത്തു. ഒരാളോട് എന്തെങ്കിലും ചതിവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, 1 പകരം 4 തിരിച്ചു കൊടുത്താൽ, 1 ലക്ഷത്തിന് പകരം 4 ലക്ഷം തിരിച്ചു കൊടുത്താൽ, അങ്ങനെ 10 പേരുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ സമ്പാദിച്ചൊന്നും സക്കായിക്ക് കാണാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ പിന്നെ സമ്പത്തിനെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട്, ദർശനം, അതെല്ലാം അദ്ദേഹം മാറ്റിക്കളഞ്ഞു. അത് ദൈവവുമായിട്ടുള്ളതായ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ളതായ സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അതുമായി വേർപെട്ട് വരുവാനായിട്ട്, അതുമായിട്ട് ആ ഒരു കാര്യവുമായിട്ട് വേർപെടുവാനായിട്ട് നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ പോലും അത് നമ്മളിലേക്ക് വീണ്ടും ഒട്ടിച്ചേരുന്ന അനുഭവങ്ങളിലേക്ക് പലതും നമുക്കുണ്ടാകാം. പക്ഷേ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വരുമ്പോൾ സക്കായിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതായ ധനമോഹം ഒരു ഞൊടി നേരം കൊണ്ട് സക്കായിയെ വിട്ടുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ ലാസ്റ്റിംഗ് ഫ്രൂട്ട്സ്, എവർലാസ്റ്റിംഗ് ഫ്രൂട്ട്സ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്നേക്കുമായി നിലനിൽക്കുന്ന ചില ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ അത് ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള എൻകൗണ്ടറുകളാണ് അവരുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത്, അവരുടെ ജീവിതത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കുന്നതായ മനോഹരങ്ങളായിട്ടുള്ളതായ സന്ദർഭങ്ങളാക്കി മാറ്റുന്നത് ദൈവവുമായിട്ടുള്ളതായ ഇടപെടലുകളാണ്. ഹല്ലേലൂയ. അത് തുടർച്ചയായിട്ടുള്ള എൻകൗണ്ടറുകൾ ഒരു മനുഷ്യനെ ഏറ്റവും ശക്തനാക്കി തീർക്കും. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മോശയെ നമുക്ക് കാണാം. ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നും മോശയെ വിളിക്കുമ്പോൾ, ഞാൻ വിക്കനാണെന്നും എനിക്കതിന് കഴിവില്ല എന്നും സഹോദരനായ അഹറോനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് പറയുന്ന മോശയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ, പിന്നീട് തുടർമാനമായ എൻകൗണ്ടറുകളിലൂടെ അത് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തോട് ഇത്രമാത്രം അഭിമുഖമായും സ്പഷ്ടമായും സംസാരിച്ച
ദൈവം അഭിമുഖമായും സ്പഷ്ടമായും സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിലുണ്ടായിട്ടില്ല. അപ്പോൾ ദൈവം വളരെ സ്പഷ്ടമായിട്ട് അഭിമുഖമായിട്ട് മോശയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതാണ് മോശയെ മാറ്റിയെടുത്തത്. എനിക്കിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോയിക്കൊണ്ടിരുന്ന മോശയെ ആകെ മാറ്റിയെടുത്തുകൊണ്ട് മോശയുടെ കാഴ്ചപ്പാടിനെ പറ്റി മുഴുവനും മാറ്റി എഴുതിയ ഒരു വസ്തുത ദൈവവുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ളതായ എൻകൗണ്ടറുകളാണ്. ദൈവം ഇത്ര സ്പഷ്ടമായും അഭിമുഖമായും സംസാരിച്ച വേറെ ഒരു പ്രവാചകനും ഇസ്രായേലിലുണ്ടായിട്ടില്ല. അതിൻ്റെ എഫക്റ്റ് മോശയിലുണ്ടായിരുന്നു. മോശ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ 40 വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് ഒരാട്ടിടയനായിട്ട് തീരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ നിരാശയുടെ അങ്ങേയറ്റത്ത് 40 വർഷം ജീവിക്കുമ്പോൾ, കത്തുന്ന മുൾപ്പടർപ്പിനരികെ വെച്ച് മോശയോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ മോശ നിരാശയിൽ പെട്ടുകിടക്കുകയായിരുന്നു. ഇനി എനിക്ക് അതിനെക്കൊണ്ട് ഒന്നിനും കഴിയുകയില്ല. ഒരിക്കൽ ഫറവോൻ്റെ രാജകൊട്ടാരത്തിലെ സകല ആധിപത്യങ്ങളും അധികാരങ്ങളും വിദ്യകളും എല്ലാം പഠിച്ച് അവിടെ ഉയർന്നു നിന്ന് ശോഭിച്ചു നിന്ന മോശ താഴേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഇനിയും അങ്ങോട്ട് കയറി ചെന്ന് അവിടെ ഇടപെടാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഫറവോൻ്റെ മുമ്പിൽ നിന്ന് പറയുവാനായിട്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മോശയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഓരോ തവണയും ഓരോ അത്ഭുതങ്ങളിലൂടെയും ഓരോ ഇടപെടലുകളുടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയെ ധൈര്യപ്പെടുത്തി പോകുമ്പോൾ അവരുടെ ഇടയിൽ 10ാമത്തെ ബാധയ്ക്ക് മുമ്പായി മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. 11ാമത്തെ അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിനുശേഷം ഞാൻ പുറപ്പെടും. അപ്പോൾ ഫറവോൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് മോശയ്ക്ക് ഇത്രമാത്രം ധൈര്യത്തോട് അവിടെ പോകുവാൻ എനിക്ക് സാധ്യമല്ല, ഞാനതിന് യോഗ്യനല്ല, എനിക്കെന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ മോശയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതായ എൻകൗണ്ടേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ആ എൻകൗണ്ടറുകളിലൂടെ ശക്തിപ്പെട്ട മോശ പറയുകയാണ്, ഫറവോൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഇനി എന്നെയും എൻ്റെ ജനത്തെയും ഇവിടെ നിന്ന് വിട്ടയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കയറില്ല. നീയും നിൻ്റെ അധികാരികളും കൂടി വന്ന് എൻ്റെ മുമ്പിൽ വന്ന് പറയണം, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ, അപ്പോൾ ഞങ്ങൾ പുറപ്പെടും. അത്ര വലിയ ധൈര്യത്തോടു കൂടി ഫറവോൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുവാനുള്ള കാരണം അത് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറാണ്. ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരും. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിരായ ഏലിയാവ് രാജാവിൻ്റെ മുമ്പിൽ വന്ന് പറയാണ്, നിൻ്റെ രാജ്യത്ത് ഇനി മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ഇനി മഴയുണ്ടാവുകയില്ല. പ്രിയമുള്ളവർ, ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ആ രാജ്യത്ത് മുഴുവനും വെല്ലുവിളിക്കുവാനുള്ള ധൈര്യം അത് ദൈവം നൽകുന്നതാണ്. ദൈവം നൽകുന്നതായ ധൈര്യത്തിൻ്റെ പുറത്താണ് ഏലിയാവ് അത് ചെന്ന് പറഞ്ഞത്. ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ പുറത്താണ് ഏലിയാവ് ശക്തനായി തീർന്നത്. ഇവിടെ മോശയും അതുപോലെ വേണം ശക്തനായി തീർന്നത്. പിന്നെ അവൻ പറയുന്ന അവൻ ഉഗ്ര കോപത്തോടു കൂടി ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. ആൻഡ് ഹി വെന്റ് ഔട്ട് ഫ്രം ഫറോ ഇൻ ഹോട്ട് ആങ്കർ. അതായത് ഉഗ്ര കോപം. ആരോടാണ്? ഉഗ്ര കോപത്തോടു കൂടി ഇത് പറഞ്ഞ് പുറപ്പെട്ടു പോയത് ഫറവോൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് എന്താണ്? ഒന്നുമല്ല. അത് ഉപദ്രവമോ വാളോ നഗ്നതയോ ആപത്തോ ഒന്നും നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവമാണ് നമുക്ക് ദർശനങ്ങൾ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള തുടർമാനമായിട്ടുള്ള ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ ദൈവം തരുന്നതായ നമ്മെ പണിയുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളതായ സന്ദർഭങ്ങളാണ്. ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് ആ എൻകൗണ്ടറുകളെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ക്രിസ്തു അത് ക്രിസ്തുവിൻ്റെ നാളോളം തികച്ചുകൊണ്ട് വരുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ശക്തമായ എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. 2026 ഫെബ്രുവരിയിൽ ഇത് പറയുമ്പോൾ ഈ 2026 തുടർന്നുള്ളതായ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ആലോചനകൾ നമ്മുടെ ഹൃദയത്തെ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ വെളിപ്പാടുകളും നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. പരിജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ വലം കൈ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തട്ടെ. ദൈവകൃപയിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. അതിശക്തമായ ശുശ്രൂഷയിലേക്ക്, അതിശക്തമായ ദൈവ സാന്നിധ്യത്തിലേക്ക്, അതിശക്തമായ ഒരു വലിയ വിടുതലിലേക്ക് ഇത് ഇടയായി തീർക്കട്ടെ. വലിയ ഒരു ഫ്രീഡം, വലിയ ഒരു സ്വാതന്ത്ര്യം, വലിയ ഒരു ദൈവശക്തി ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ മേലേക്ക് കടന്നു വരട്ടെ. ദൈവം കൃപ ചെയ്യട്ടെ. ദൈവം നമ്മളെ ഒരുമിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.